ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. കൃഷും കൺമണിയും കൂടി പൊന്നുമേട്ടിലേക്ക് എത്തുകയാണ്. എന്നാൽ വഴിയിൽ വെച്ച് കുറെ ആളുകൾ അവരെ തടയുന്നുണ്ട്. കുറെ ഹോൺ അടിച്ച് അവരോട് മാറാൻ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ നടുക്കെ കുറെ ആളുകൾ നിൽക്കുകയാണ്. ഇവരുടെ കയ്യിലെല്ലാം അരിവാളുകളും ശമ്പളം കൂട്ടിത്തരണം, ശമ്പള പരിഷ്കരണം നടത്തണമെന്നൊക്കെ പറഞ്ഞുള്ള ബോർഡുകളുണ്ട്. ഹോൺ അടിച്ചിട്ട് മാറാതെ വരുമ്പോൾ കൃഷും കൺമണിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി മാറാൻ പറയുന്നുണ്ടെങ്കിലും അതിലൊരു സ്ത്രീ പറയുന്നുണ്ട്, ആ വണ്ടി അവിടുന്ന് അനക്കി നോക്ക്, ഇന്ന് നിന്റെ ശവടക്കായിരിക്കും ഇവിടെ നടക്കുന്നതെന്ന് പറയുമ്പോൾ കൃഷിനാകെ ദേഷ്യം വരുന്നുണ്ട്. എന്നാ നീ അതൊന്ന് ചെയ്ത് കാണിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി അവരുടെ ഇടയിലേക്ക് പോകുന്നുണ്ട്. ഇവിടെയുള്ള ആളുകളും കൃഷിയും തമ്മിൽ നല്ല തർക്കം ഉണ്ടാവുകയാണ്. കൺമണി കൃഷിനെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കൃഷി ഒന്നിനും തന്നെ തയ്യാറാവുന്നില്ല. അവരോട് കൂടുതൽ വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ആ തർക്കം കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. എങ്കിലും കൃഷിന്റെ ദേഷ്യം ഒട്ടും തന്നെ മാറുന്നില്ല. കൃഷി കാറിൽ കയറുമ്പോഴും ആ സ്ത്രീയെ നോക്കി ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നീട് കൃഷും കൺമണിയും കൂടി ചേർന്ന് പോവുകയാണ്. ഫാക്ടറി തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണം നടത്താൻ വേണ്ടിയിട്ടാണ് തൊഴിലാളികളെല്ലാം ചേർന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. കൃഷും കൺമണിയും പൊന്നുമേട്ടിലെ ആ റിസോർട്ടിലെത്തുമ്പോ അടുക്കളയിൽ നിന്നും കറിക്കയിലുമായിട്ട് ഒരു സ്ത്രീ പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാടാ അവിടെ ഹോൺ അടിച്ചതെന്ന്. കൃഷും കൺമണിയും അപ്പൊ തന്നെ അവരെ നോക്കുന്നുണ്ട്. പിന്നെ അവരുടെ അടുത്തേക്ക് കൃഷും കൺമണിയും പോവുകയാണ്. പിന്നീട് ആന്റിയമ്മയോട് മാനസ പറയുന്നുണ്ട്, ആന്റിയമ്മേ, ആ കൺമണിയെ അവസാനിപ്പിച്ചാൽ മാത്രമേ കൃഷിന്റെ ജീവിതത്തിലേക്ക് എനിക്ക് വരാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്നും അവൾ ഒരു തടസ്സമായിട്ട് ഇങ്ങനെ ഉണ്ടാവും. എന്നേക്കുമായിട്ട് തന്നെ ആ കൺമണിയെ അവസാനിപ്പിക്കണം. എങ്കിലേ കാര്യമുള്ളൂ ആന്റിയമ്മേ. അവൾ അവസാനിക്കണം, അവളെ അവസാനിപ്പിക്കണം. എന്തായാലും ഈ യാത്ര അവളുടെ നാശത്തിലേക്കുള്ള യാത്രയാണ്. കൃഷിനെ തിരിച്ചു പിടിക്കാനായി ഏത് വിധേനയും ഞാൻ ആ കൺമണിയെ അവസാനിപ്പിക്കും എന്നൊക്കെ മാനസ ആന്റിയമ്മയോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ആന്റിയമ്മ ആകെ ഷോക്കാവുന്നുണ്ട്. പിന്നീട് അലികയിൽ പോയി ദേവ്സാറിനോട് സംസാരിച്ചതിന് ശേഷം സാഗർ തിരിച്ച് വീട്ടിലെത്തുന്നുണ്ട്. സുജാത എന്നിട്ട് സാഗറിനോട് ചോദിക്കുന്നുണ്ട്, കൃഷും കൺമണിയും കൂടി പോയതിൽ സാഗറിന്റെ തീരുമാനം എന്താണെന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഇതേ ചോദ്യം തന്നെയാണ് ഞാൻ ദേവ്ജിയോട് ചോദിച്ചപ്പോ എനിക്ക് കിട്ടിയ ഉത്തരം ഞാൻ പറയാം. കൃഷും കൺമണിയും കൂടി ചേർന്ന് പൊന്നുമേട്ടിലേക്ക് പോയത് അലികയ്ക്ക് വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു, കൃഷിനും കൺമണിക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ ആ വിവാഹമാണ് നടക്കേണ്ടത്. കൃഷിന്റെയും കൺമണിയുടെയും തീരുമാനമാണ് ആദ്യം അറിയേണ്ടത്. കാര്യത്തിൽ അവരാണ് എല്ലാം തീരുമാനിക്കേണ്ടതെന്ന് ദേവ്സാർ എന്നോട് പറഞ്ഞു എന്നൊക്കെ സാഗർ സുജാതയോട് പറയുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. പൊന്നുമേട്ടിലേക്ക് പോകുന്ന കൃഷും കൺമണിയും ഇനി പുതിയ പ്രശ്നങ്ങൾ നേരിടാൻ പോവുകയാണ്. ദേവ്സാർ പറഞ്ഞു മനസ്സിലാക്കിയതുകൊണ്ട് സാഗറിന് ചെറിയ മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട്. മാനസിയാണെങ്കിൽ കൺമണിയെ ഇനി അവസാനിപ്പിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. കൃഷിനെ കിട്ടാൻ വേണ്ടി കൺമണിയെ വേണമെങ്കിൽ അവസാനിപ്പിക്കാൻ വരെ തയ്യാറായി നിൽക്കുകയാണ് മാനസ. എന്തായാലും നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.